18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയുമായി നടക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ പ്രോട്ടേം സ്പീക്കർ ചുമതലയേൽക്കും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ടോടെ നടക്കും. അതേസമയം പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറി. പ്രോട്ടേം സ്പീക്കറായി 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിക്കാത്തതിൽ ആണ് പ്രതിഷേധം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, ആദ്യം ഈ സത്യപ്രതിജ്ഞയുടെ ഓർഡർ എപ്രകാരമാണ് എന്നുള്ളതൊന്ന്. 2, പ്രോട്ടേം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നേരത്തെ തന്നെ കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പാനലിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ സഖ്യം പിന്മാറുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ്. കാരണം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. പതിവ് പോലെ തന്നെ 11 മണിക്കാണ് ലോക്സഭ സമ്മേളിക്കുന്നത്. ഏതായാലും ഇന്ന് ആദ്യം നടക്കുക അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. അതിനു മുൻപായി 10 മണിക്ക് പ്രോട്ടേം സ്പീക്കറായി BJP അംഗം ഭർതൃഹരി മെഹ്താബ് ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം 11 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് പ്രോട്ടേം സ്പീക്കർ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ആദ്യം സഭയിലെ നേതാവ് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ക്യാബിനറ്റ് മന്ത്രിമാർ, തുടർന്ന് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, അതിനുശേഷം സഹമന്ത്രിമാർ. അതിനുശേഷമാണ് മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് മുമ്പായി പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാലാണ് മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. അത് അക്ഷരമാല ക്രമത്തിലാണ് നടക്കുന്നത്. അതായത് ആൻഡമാൻ നിക്കോബാർ എന്നുള്ള അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം ആന്ധ്രയിൽ നിന്നുള്ള അംഗങ്ങൾ, അങ്ങനെ സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിൽ ഈ സത്യപ്രതിജ്ഞ നടക്കും. കേരളത്തിലെ അംഗങ്ങൾ 19 പേരാണ് നിലവിൽ കേരളത്തിലെ അംഗങ്ങളായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള അംഗത്വം ഇതിനോടകം തന്നെ രാജിവെച്ചിട്ടുണ്ട്. ഈ 19 പേരിൽ 18 പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ലഭിക്കുന്ന വിവരം. ശശി തരൂർ ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല. അങ്ങനെയെങ്കിൽ 18 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിലെ അംഗങ്ങളുടെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് 4 മണി മുതൽ 5 മണി വരെയാണ്. കാസർഗോഡ് അംഗം രാജ്ഭവൻ ഉണ്ണിത്താനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം കണ്ണൂർ, അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെയും സമാനമായ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 മണി വരെ നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം മറ്റന്നാളാണ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുക. അന്ന് തന്നെയാണ് രാജ്യസഭാ സമ്മേളനവും ആരംഭിക്കുക. അതിനുശേഷം നന്ദി പ്രമേയത്തിനുള്ള ചർച്ച നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കുന്നതിനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയിട്ടുണ്ട് എന്നുള്ളത്. അത് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. ER, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. So far the convention was who MP more times elected, he will be the protest speaker. But they violated because Bhartruhari Mehtap is only 7th time elected. 8th time I was elected. But they are broken the convention and they are insulting opposition again. So that's why India Alliance unanimously decided to boycott the panel members. Congress MPs, we send the notice to the Congress MPs to 10 o'clock come to CPP office. So our leaders all will be there. Then we'll decide what is the program today. As of now, I don't know whether this constitution Gandhi said. എന്തായാലും കൃത്യമായ എതിർപ്പും വിയോജിപ്പുമാണ്. രാകേഷ്, ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിൽ ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പിന്മാറി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് ഹിന്ദിയിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് സോണിയാഗാന്ധി കണ്ണുരുട്ടുകയും ചെയ്തതൊക്കെ വാർത്തകളിൽ നിറഞ്ഞതുമാണ്. ഏതൊക്കെ ഭാഷകളിലായിരിക്കാം സത്യപ്രതിജ്ഞ എന്നതൊക്കെ ആ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സമയത്താണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതാ തുടക്കം മുതൽ ഇന്ത്യ സഖ്യം, അതായത് പ്രതിപക്ഷ നിര, വിഷയങ്ങളിൽ ഒരു ഐക്യം പുലർത്തുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. അതിപ്പോൾ പ്രോട്ടേം സ്പീക്കറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം ആദ്യം മുതൽ തന്നെ രംഗത്തുണ്ട്. കാരണം നിലവിലെ സഭയിൽ 2 അംഗങ്ങളാണ് 8 തവണ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും 2 BJP അംഗം മധ്യപ്രദേശിൽ നിന്നുള്ള അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും മുതിർന്ന അംഗം എന്ന നിലയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോട്ടേം സ്പീക്കർ ആകേണ്ടിയിരുന്നത്. പകരം
പ്രോട്ടം സ്പീക്കറാക്കിയത് ഒഡീഷയിൽ നിന്നുള്ള അംഗം ഭർത്തൃഹരി മെഹ്താബിനെയാണ്. മെഹ്താബ് 7 തവണയാണ് MP ആയിട്ടുള്ളത്. ഇനി ആദ്യം സഭയിലെത്തിയ കണക്കെടുക്കുകയാണെങ്കിൽ പോലും കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് സീനിയർ. 89-ൽ കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ എത്തുമ്പോൾ 98-ൽ മാത്രമാണ് ഭർത്തൃഹരി മെഹ്താബ് ലോക്സഭാംഗമാകുന്നത്. പക്ഷേ സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി സഭയിൽ എത്തിയിട്ടില്ല. 2 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. 98-ലും 2004-ലും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭർത്തൃഹരി മെഹ്താബിന്റെ കാര്യം വരികയാണെങ്കിൽ തുടർച്ചയായി 7 തവണ വിജയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചതെന്ന വാദമാണ് സർക്കാർ നിരത്തുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഏതായാലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കാരണം പ്രോട്ടം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ 5 പേരെ ഉൾപ്പെടുത്തി. അതിൽ 3 പേർ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളാണ്. 1 കൊടിക്കുന്നിൽ സുരേഷ്, 2 DMK അംഗം TR ബാലു, 3 TMC അംഗം സുദീപ് ബന്ദോപാധ്യായ. ഏതായാലും ഈ 3 പേരും ഈ പാനലിന്റെ ഭാഗമാകില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തീരുമാനമെന്ന് ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ ആദ്യ ദിനത്തിൽ തന്നെ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം 10:45 ഇന്ത്യ സഖ്യത്തിലെ എല്ലാ MP-മാരോടും ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ എത്താനുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മാർച്ചായിരിക്കും ലോക്സഭയിലേക്ക് പോവുക. ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് കയ്യിലേന്തിക്കൊണ്ടായിരിക്കും ലോക്സഭയിൽ എത്തുക. അങ്ങനെ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ആദ്യ ദിനം ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ശരി, അതായത് ER സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭയിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വാർത്ത അവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് നീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാണ് എന്നതാണ്. വിഷയത്തിൽ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന ആവശ്യവുമായി ABVP രംഗത്ത് വന്നതോടെ കേന്ദ്രം കൂടുതൽ പ്രതിരോധത്തിലുമാണ്. പാർലമെന്റിലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചേക്കും. രാകേഷ്, അതാണല്ലോ, അതായത് ഈ സഭാ സമ്മേളനത്തിന്റെ തുടക്കം ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുകമറകൾ, അവിടെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലവനെ മാറ്റി എന്നതുകൊണ്ടോ കാര്യങ്ങൾ ഫലപ്രദമാകുന്നില്ല. പുതിയ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, CBI അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോഴും ഈ പരീക്ഷ എഴുതാൻ തുടർ അവസരം നൽകിയതിൽ പകുതി കുട്ടികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ എത്തിയത് എന്നതൊരു ഭാഗത്ത്. 2, നിരവധി കുട്ടികളുടെ പരീക്ഷാഫലം റദ്ദാക്കുമ്പോഴും അതിൻ്റെ കാരണമെന്ത് എന്ന് ഏജൻസി പറയുന്നില്ല. സ്വാഭാവികമായും വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാർലമെന്റിലും കാണാൻ സാധ്യതയില്ലേ? അഭിലാഷ്, ഈ പരീക്ഷകളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം 4 പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇതിനോട് തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് വ്യാപം നിയമന തട്ടിപ്പുമായി താരതമ്യം പോലും നേതാക്കൾ നടത്തുകയുണ്ടായി. അപ്പോൾ സമരം ഇതിനോടകം തന്നെ സഭയ്ക്ക് പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഒപ്പം ഡൽഹിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ ഇനി സഭ നടക്കുകയാണ്, സഭ സമ്മേളിക്കുകയാണ്. ഇപ്പോൾ ആദ്യ 2 ദിവസങ്ങളിൽ അത്തരമൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള സാധ്യതയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു എന്നതുകൊണ്ടാണ്. അതിനുശേഷം ഏതായാലും ആദ്യ ദിനങ്ങളിൽ തന്നെ നീറ്റ് വിഷയം അടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാനായിരിക്കും പ്രതിപക്ഷം നീക്കം. പക്ഷേ സർക്കാർ അതിനെ എങ്ങനെയായിരിക്കും നേരിടുക, അതിനെ അംഗീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അറിയേണ്ട വിഷയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ അത്തരമൊരു അടിയന്തര പ്രമേയമായി വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കമൊന്നും തന്നെ സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. വലിയ രീതിയിൽ ബഹളത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യമല്ല നിലവിൽ സഭയിലുള്ളത്. സർക്കാരിന്റെ ഏതാണ്ട് അത്ര തന്നെ അംഗബലം പ്രതിപക്ഷ നിരക്കുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയം, റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അടിക്കടിയായി രാജ്യത്ത് റെയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിലായുള്ളത് പശ്ചിമ ബംഗാളിലുണ്ടായ റെയിൽ അപകടമാണ്. ഒപ്പം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. ആ വിഷയവും പ്രതിപക്ഷം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്, ഇന്നത്തെ വാർത്താ ദിനത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്നത് പുതിയ പാർലമെന്റ് അംഗങ്ങളുടെ, ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയാണ്. അത് ഒരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ 19 പേർ, കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ ആണുള്ളത്. അതിൽ ഒന്ന് സുരേഷ് ഗോപിയാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അതേസമയം ജോർജ് കുര്യനും മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇനി രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് മന്ത്രിസഭയിൽ തുടരേണ്ടത്. ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ഏതാണ്ട് 5 മണിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചേക്കും. ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയെങ്കിൽ പ്രതിഷേധത്തോടെ ആയിരിക്കണം ഈ സഭാ സമ്മേളനം ആരംഭിക്കുക. അത് നീറ്റിന്മേൽ ആയിരിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.